തമിഴ്നാടിന്റെ തെക്കേ അറ്റത്ത് താമരഭരണി നദിക്കരയിൽ ഒരു നഗരമുണ്ട്, തിരുനെൽവേലി. ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയും ആദ്യം അന്വേഷിക്കുന്നത് ഒരു മധുരമാണ്, ഇരുട്ടുക്കട ഹൽവ. പേരുപോലെ തന്നെ നിഗൂഢതകളും രുചിയും നിറഞ്ഞ ഈ കടയുടെ കഥയാണിത്. രാജസ്ഥാനിൽ നിന്നുള്ള രാജപുത്ര സമൂഹമാണ് തിരുനെൽവേലിയിൽ ആദ്യമായി ഹൽവ കൊണ്ടുവന്നത്. തിരുനെൽവേലിയിലെ ഒരു ചെറിയ ഗ്രാമമായ ചോക്കംപട്ടിയിലെ ജമീന്ദാർമാരുടെ കീഴിൽ അവർ ജോലി ചെയ്യുകയായിരുന്നു. 1882 തിരുനെൽവേലിയിലാണ് ആദ്യത്തെ ഹൽവ ഷോപ്പ് തുറന്നത്. മൃദുവായതും വായിൽ അലിഞ്ഞുചേരുന്നതുമായ മഞ്ഞൾ കലർന്ന തവിട്ടുനിറവും ദിവ്യവും രുചികരവുമായ സുഗന്ധവും ഇതിനുണ്ടായിരുന്നു. തിരുനെൽവേലി നിവാസികൾക്ക് ഒരു ദിവസം പോലും ഈ മധുരം ആസ്വദിക്കാതിരിക്കാൻ കഴിയാത്ത വിധം ആസക്തി ഉളവാക്കുന്നതായിരുന്നു ഈ രുചി. 1900കളുടെ തുടക്കത്തിൽ സിംഗ് വംശജർ തുടങ്ങിയ ഈ കടയ്ക്ക് എന്തുകൊണ്ടാണ് ഇരുട്ടുക്കട എന്ന് പേര് വന്നത്? പണ്ട് ഒരു ചെറിയ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ മാത്രം ഹൽവ വിറ്റിരുന്നതിനാലാണ് ഈ പേര് വീണത്. ഇന്നും വലിയ ബോർഡുകളോ ആധുനിക ലൈറ്റുകളോ ഇല്ലാതെ ആ പാരമ്പര്യം അവർ തുടരുന്നു. ഈ ഹൽവയുടെ രഹസ്യം താമരഭരണി നദിയിലെ വെള്ളമാണെന്ന് പറയപ്പെടുന്നു. മണിക്കൂറുകളോളം നീളുന്ന അധ്വാനം, കൈകൊണ്ട് തുടർച്ചയായി ഇളക്കി പാകപ്പെടുത്തിയെടുക്കുന്ന ഗോതമ്പ് പാൽ, നെയ്യ്, പഞ്ചസാര ഇവയുടെ കൃത്യമായ അളവാണ് ഇരുട്ടുക്കടയെ വേറിട്ടു നിർത്തുന്നത്. കാലം മാറിയിട്ടും മാറ്റമില്ലാതെ തുടരുന്ന രുചി. പരസ്യങ്ങളില്ല, ആഡംബരങ്ങളില്ല, എന്നിട്ടും ലോകം മുഴുവൻ ഈ മധുരത്തെ തേടിയെത്തുന്നു. തിരുനെൽവേലിയുടെ ഈ ഇരുട്ടുക്കട എന്നും ഒരു വിസ്മയമായി തുടരും.